ക്രിസ്തുവർഷം 33 ജെറുസലേമിലെ ഗൊൽഗോഥാ കുന്നിൽ ലോകചരിത്രത്തെ മാറ്റിമറിച്ച ആ സംഭവം നടക്കുകയാണ്. ആണി തറയ്ക്കപ്പെട്ട കൈകളുമായി നസ്രായനായ യേശു കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. താഴെ അമ്മയായ മറിയം വാവിട്ട് കരയുന്നുണ്ട്. ശിഷ്യനായ യോഹന്നാനും മഗ്ദലന മറിയവും അവിടെയുണ്ട്. എന്നാൽ ഈ ദൃശ്യത്തിൽ ഒരാളുടെ അഭാവം നമ്മെ ചിന്തിപ്പിക്കും. യേശുവിനെ കൈകളിൽ താങ്ങി നടന്ന, അവനെ പണിക്കൂട്ടിൽ ജോലി പഠിപ്പിച്ച, ഹേരോദോസ് രാജാവിന്റെ വാളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് ഓടിയ ആ മനുഷ്യൻ എവിടെ? അതെ, ഔസേ പിതാവ്. ബൈബിളിലെ പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നായിട്ടും യേശുവിന്റെ കഷ്ടാനുഭവ സമയത്ത് അദ്ദേഹം എവിടെയായിരുന്നു എന്നതിനെക്കുറിച്ച് ബൈബിൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ സമയത്ത് ജീവിച്ചിരുന്നു, അതോ ചരിത്രം മറച്ചുപിടിച്ച മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ ഇതിനു പിന്നിലുണ്ടോ? 20 മിനിറ്റിലധികം നീളുന്ന ഈ വിശകലനത്തിലൂടെ നമുക്ക് ആ സത്യം തേടിപ്പോകാം. നമുക്ക് ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് പിന്നിലേക്ക് മറിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഔസേ പിതാവിനെ അവസാനമായി നാം കാണുന്നത് എപ്പോഴാണ്? ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. യേശുവിന് 12 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കളോടൊപ്പം ജെറുസലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോകുന്ന സംഭവമാണത്. തിരിച്ചുപോരുന്ന വഴിയിൽ യേശുവിനെ കാണാതാവുകയും 3 ദിവസത്തെ തിരച്ചിലിനു ശേഷം ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുകയും ചെയ്യുന്നു. അവിടെ ഔസേ പിതാവ് മറിയത്തോടൊപ്പം യേശുവിനെ അന്വേഷിക്കുന്നതായി നാം കാണുന്നു. അതിനുശേഷം, അതായത് യേശുവിന്റെ 12-ാം വയസ്സിന് ശേഷം ദീർഘമായ 18 വർഷങ്ങൾ ഔസേ പിതാവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. യേശു തന്റെ 30-ാം വയസ്സിൽ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ അവന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും പ്രസംഗങ്ങളെക്കുറിച്ചും ബൈബിൾ വാചാലമാകുന്നുണ്ടെങ്കിലും വളർത്തച്ഛനായ ഔസേപ്പിനെക്കുറിച്ച് ഒരക്ഷരം പോലും പറയുന്നില്ല. ഈ 18 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? ചരിത്രകാരന്മാർ പറയുന്നത് ആ കാലയളവിനുള്ളിൽ അദ്ദേഹം മരിച്ചിരിക്കാം എന്നാണ്. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ വിശ്വസിക്കുന്നത്? യേശുവിന്റെ പരസ്യജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് ഗലീലിയിലെ കാനായിലെ ഒരു വിവാഹ വിരുന്നിലാണ്. അവിടെ മറിയം അതിഥിയായുണ്ടായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. യേശുവിനെയും അവന്റെ ശിഷ്യന്മാരെയും വിരുന്നിന് ക്ഷണിച്ചിരുന്നു എന്നും വായിക്കാം. എന്നാൽ ഔസേ പിതാവിനെ അവിടെയും കാണുന്നില്ല. പാലസ്തീനിലെ അന്നത്തെ ആചാരമനുസരിച്ച് ഒരു കുടുംബത്തിലെ പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഔദ്യോഗികമായ ക്ഷണക്കത്തുകളിലോ സൽക്കാരങ്ങളിലോ പിതാവിന്റെ പേരാണ് ആദ്യം വരേണ്ടത്. അവിടെ മറിയത്തിന്റെ പേരു മാത്രം പരാമർശിക്കപ്പെടുന്നത് ആ സമയത്ത് ഔസേ പിതാവ് ജീവിച്ചിരുന്നില്ല എന്നതിന്റെ ശക്തമായ സൂചനയാണ്. മാത്രമല്ല, യേശുവിന്റെ വിചാരണാവേളയിലോ പീഡാസഹന സമയത്തോ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. മകൻ ക്രൂരമായി വധിക്കപ്പെടുമ്പോൾ ഒരു പിതാവ് സ്ഥലത്തില്ലാതിരിക്കുക എന്നത് അസാധ്യമാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, യേശു തന്റെ ദൗത്യം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഔസേ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ്. ഈ വാദത്തെ ശരിവിളിക്കുന്ന ഏറ്റവും വലിയ തെളിവ് കുരിശിൻ ചുവട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. മരിക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ യേശു തന്റെ അമ്മയെയും പ്രിയ ശിഷ്യനായ യോഹന്നാനെയും നോക്കി ഇപ്രകാരം പറഞ്ഞു: സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു: ഇതാ നിന്റെ അമ്മ. യഹൂദ നിയമങ്ങൾ, അതായത് ജൂയിഷ് ലോ അനുസരിച്ച് ഒരു സ്ത്രീയുടെ സംരക്ഷണ ചുമതല ഭർത്താവിനാണ്. ഭർത്താവില്ലെങ്കിൽ മൂത്ത മകനാണ്. മകൻ മരിക്കുകയാണെങ്കിൽ അടുത്ത ബന്ധുക്കൾക്കാണ് ആ ചുമതല. ഔസേ പിതാവ് അന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ യേശുവിന് ഒരിക്കലും തന്റെ അമ്മയെ ഒരു ശിഷ്യന്റെ കൈകളിൽ ഏൽപ്പിക്കേണ്ടി വരില്ലായിരുന്നു. മറിയം ഒരു വിധവയായി മാറിയതുകൊണ്ടാണ് യേശുവിന് അവളുടെ ഭാവി കാര്യത്തിൽ ആശങ്കയുണ്ടായത്. ഇവിടെ മറ്റൊരു ചോദ്യം ഉയരുന്നു: ഔസേ പിതാവ് എങ്ങനെയാണ് മരിച്ചത്? ബൈബിൾ ഇതിന് മറുപടി നൽകുന്നില്ലെങ്കിലും അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ ഇതിനെക്കുറിച്ച് വിസ്മയിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ദ ഹിസ്റ്ററി ഓഫ് ജോസഫ് ദ കാർപ്പന്റർ എന്ന ഗ്രന്ഥം ഔസേ പിതാവിന്റെ മരണത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥം ബൈബിളിന്റെ ഭാഗമല്ലെങ്കിലും ആദ്യകാല ക്രിസ്ത്യാനികളുടെ വിശ്വാസങ്ങളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. അതനുസരിച്ച് ഔസേ പിതാവിന് 111 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിക്കുന്നത്. മരണസമയത്ത് യേശുവും മറിയവും അദ്ദേഹത്തിന്റെ അരികിലുണ്ടായിരുന്നു. തന്റെ വളർത്തച്ഛന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതന്മാർ വന്നെന്നും യേശു തന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ തഴുകിയടച്ചെന്നും ഈ ഗ്രന്ഥം വിവരിക്കുന്നു. ലോകരക്ഷകനായ ദൈവപുത്രൻ ഒരു മനുഷ്യന്റെ മരണസമയത്ത് അരികിലിരുന്ന് ആശ്വസിപ്പിക്കുക. അതുകൊണ്ടാണ് ക്രൈസ്തവർ ഔസേ പിതാവിനെ നല്ല മരണത്തിന്റെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിന്റെ കൈകളിൽ കിടന്ന് മരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരേയൊരു മനുഷ്യൻ. ചുരുക്കത്തിൽ,
യേശുവിന്റെ കുരിശുമരണസമയത്ത് ഔസേ പിതാവ് ശാരീരികമായി അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. ബൈബിളിൽ ഒരിടത്തുപോലും സംസാരിക്കാത്ത നിശബ്ദനായ വിശുദ്ധനായിരുന്നു അദ്ദേഹം. തന്റെ ദൗത്യം, അതായത് ദൈവപുത്രനെ സംരക്ഷിക്കുക, വളർത്തുക എന്നത് പൂർത്തിയാക്കിയ ശേഷം അദ്ദേഹം ചരിത്രത്തിന്റെ നിഴലുകളിലേക്ക് മറഞ്ഞുപോയി. യേശുവിന്റെ പരസ്യജീവിതത്തിന് വഴിമാറിക്കൊടുക്കാൻ അദ്ദേഹം സ്വയം ഒഴിഞ്ഞുമാറി എന്നു വേണമെങ്കിൽ പറയാം. ഇന്നും പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വിശ്വസനീയമായ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് നസ്രത്തിലെ ആ മരപ്പണിക്കാരൻ കുരിശുമരണത്തിന് വർഷങ്ങൾക്ക് മുൻപേ നിത്യതയിലേക്ക് യാത്രയായിരുന്നു എന്നാണ്. ഈ നിഗൂഢതയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ബൈബിളിലെ ഇത്തരം കൂടുതൽ രഹസ്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നിഗൂഢതകളുടെ ചുരുളഴിക്കാൻ നമുക്ക് വീണ്ടും കാണാം. നന്ദി.